ഇന്ന് ഞാൻ പുറത്ത് പോകാനായിട്ടൊന്ന് റെഡി ആവുകയാണ് കേട്ടോ. ഇതൊരു കാഷ്വൽ ലുക്കാണ്, ജസ്റ്റ് വെളിയിലൊന്ന് ഷോപ്പിങ്ങിന് പോകാനായിട്ട് റെഡി ആവുകയാണ്. അപ്പം ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ സ്വിസ് ബ്യൂട്ടിയുടെ സെലക്ട് സിറം ഫൗണ്ടേഷനാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു നാച്ചുറൽ ഡ്യൂയി ഫിനിഷാണ് നമുക്ക് തരുന്നത്. ഇതിനകത്ത് ഒരു ഹൈലറോണിക് ആസിഡ് നമ്മുടെ സ്കിന്നിലൊരു പ്ലംബി ഫീൽ തരാനായിട്ട് ഇൻഫ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിത് കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലൈറ്റ് ടെക്സ്ചറാണ് കേട്ടോ, അപ്പോൾ നമുക്കൊരു സെക്കൻഡ് സ്കിന്ന് പോലെ. എനിക്കത് കയ്യിലിട്ടപ്പോഴേ മനസ്സിലായി, ഭയങ്കര സീംലെസ് ആയിട്ട് ഭയങ്കര സ്മൂത്ത് ആപ്ലിക്കേഷനാണ്. അപ്പം നമുക്ക് എത്ര വേണോ, ഇപ്പം നിങ്ങൾക്ക് ഒരു ഹെവി ലുക്കാണ് അല്ലെങ്കിൽ നല്ലതായിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ച് കുറച്ചുകൂടെ. ഇപ്പം ഞാനൊരു 4-5 ഡ്രോപ്സ് എടുത്ത് കണ്ടല്ലോ, എനിക്കൊരു കാഷ്വൽ ലുക്ക് വേണ്ടിയുണ്ട് വളരെ കുറച്ചെടുത്തു. അപ്പം സാധാരണ ഫൗണ്ടേഷൻ പറഞ്ഞാൽ കുറച്ചുകൂടെ തിക്ക് ടെക്സ്ചറാണ്. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു തിൻ ടെക്സ്ചറായതുകൊണ്ട് തന്നെ നമുക്കൊരു നാച്ചുറൽ ഒരു ഫിനിഷ് കിട്ടും. ഭയങ്കര ഹെവി ആയിട്ട് ഓവർ മേക്കപ്പ് ഇട്ട പോലെ തോന്നത്തില്ല, ഭയങ്കര നന്നായിട്ട് തോന്നി. പിന്നെ ഇതിനകത്ത് ഈ സെലക്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഒരു ബ്രാൻഡാണ്. ഇതിനകത്ത് ഈ സ്കിൻ കെയർ ഒക്കെ ഇൻഫ്യൂസ്ഡ് ഒരു മേക്കപ്പ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് നല്ല ഒരു ഹൈ പെർഫോമൻസ് ഒരു ഫൗണ്ടേഷനായിട്ട് എനിക്ക് തോന്നി. അപ്പം ഡെഫിനറ്റായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. അപ്പം ഞാൻ ഫൈനൽ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് പറയാം, ഞാനിവരെ പ്രോഡക്റ്റ് ടാഗ് ചെയ്തേക്കാം കേട്ടോ.